ഗോപാൽജി, കഴിഞ്ഞൊരു അധ്യായത്തിൽ താങ്കൾ ബാലഗോകുലത്തെക്കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയുണ്ടായി, സാന്ദർഭികമായി സൂചിപ്പിച്ചു. അത് കേരളത്തിലാണ് പിറവിയെടുത്തത്, മറ്റ് പല പ്രസ്ഥാനങ്ങളെയും പോലെ. ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? 1950 കേസരിയിൽ ബാലഗോകുലം എന്നൊരു പങ്ക്തിയിൽ കൂടിയിട്ടാണ് ബാലഗോകുലം ആരംഭിക്കുന്നത്. അതന്ന് വെറും ആ രീതിയിൽ മാത്രമായിരുന്നു. പിന്നീട് അതിൽ കുട്ടികളുടെ കുട്ടികളെ കൊണ്ട് ലേഖനങ്ങൾ എഴുതിപ്പിക്കാൻ തുടങ്ങി, കവിതകൾ എഴുതിപ്പിക്കാൻ തുടങ്ങി. ആ രീതിയിൽ കേസരിയുടെ വളർച്ചയോടൊപ്പം തന്നെ ബാലഗോകുലത്തിൻ്റെ ഈ വിധത്തിലുള്ള വളർച്ച തുടങ്ങി. അത് മുഴുവൻ എഴുത്തുകളും ലേഖനങ്ങളും ഒക്കെ ആയിരുന്നു, കവിതകളും എല്ലാം ആയിട്ട്. പിന്നീട് 1970 ഒക്കെ ആകുമ്പോഴേക്ക് ബാലഗോകുലം ഒരു സംഘടനാ രൂപം പ്രാപിച്ചു, സംഘടനാ രൂപത്തിലായി. അതിൻ്റെ പ്രവർത്തനം പുറമേക്ക് ആയി തുടങ്ങി. കേസരിയിൽ നിന്ന് വിട്ടിട്ട് കേസരി ബാലഗോകുലം എന്നുള്ളത് മാറ്റിയിട്ട് ബാലഗോകുലം എന്നുള്ളത് മാത്രമായി. ഇതിൻ്റെ ഒരു കേന്ദ്രം എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു. കേസരി കോഴിക്കോട്ട് നിന്നാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ MA കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മുഴുവൻ MA സാർ എന്നുള്ള നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ആ പ്രസ്ഥാനത്തിനെ തുടങ്ങിയത്. അദ്ദേഹം ശരിക്കും അടൂർക്കാരനാണ് ഇവിടുത്തെ. അദ്ദേഹത്തിൻ്റെ സെൻറ്റർ കോഴിക്കോട്ടായിരുന്നത് കൊണ്ട് കോഴിക്കോട്ട് നിന്ന് അദ്ദേഹം ചീഫ് എഡിറ്റർ ആയിരുന്നു കേസരിയുടെ. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. അത് പിന്നെ ഒരു സംഘടനാ രൂപം പ്രാപിച്ചു. സംഘടനാ രൂപം പ്രാപിച്ച് അതിൽ പ്രാർത്ഥനയുണ്ടായി, അതിന് സെപ്പറേറ്റായിട്ട് പരിപാടികളുണ്ടായി, അതിന് കരിക്കുലം ഉണ്ടായി. ഇങ്ങനത്തെ പല നിലയ്ക്കും സിലബസ് അവർ തയ്യാറാക്കി. അങ്ങനെ ഓരോ കാര്യങ്ങളും വന്ന് സാധാരണ ആൾക്കാരുടെ ഇടയിലേക്ക് ആ പ്രവർത്തനം വ്യാപിച്ചു. ശ്രീകൃഷ്ണാഷ്ടമി അതിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായിട്ട്, ജന്മദിനമായിട്ട്, ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ആ നിലയ്ക്ക് ആഘോഷിക്കാൻ തുടങ്ങി. അതിനോടൊരു സാംസ്കാരിക സമ്മേളനങ്ങൾ, സമൂഹത്തിലെ എല്ലാ വിഭാഗ ആൾക്കാരും. ഒരു പ്രാവശ്യം ഹൈക്കോടതിയിലെ ജഡ്ജിമാരിൽ പലരും ആ പരിപാടിയിൽ വന്ന സംഭവം എനിക്കറിയാം. അതും കോഴിക്കോട്ടാണ്. വലിയ മതം നോക്കാതെ, കാരണം ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടിച്ചുകൊണ്ട് കുട്ടികളെ ആ പരിപാടിയിൽ കൊണ്ടുവരുന്ന മുസ്ലിം സ്ത്രീകൾ അവരുടെ ഉണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിലുണ്ടായി വലിയ ശോഭായാത്രകൾ. അതിൽ മുഴുവൻ അമിതമായി പണം ചെലവാക്കാതെ അതേ സമയത്ത് ഈ ദേശീയതയ്ക്കും ആധ്യാത്മികതയ്ക്കും വേണ്ടി ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കത്തരത്തിലുള്ള കലാരൂപങ്ങൾ വേഷത്തെ ആയിക്കൊണ്ട് അതിൽ ഉണ്ടായിരുന്നു. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ബാലഗോകുലത്തിൻ്റെ തനതായ പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ള നൃത്യങ്ങൾ, ഇതേപോലത്തെ പരിപാടി, ഉറിയടി, കുട്ടികളുടെ സംസ്കാരം വളർത്താൻ വേണ്ടിയുള്ള ഗോപൂജ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിക്കൊണ്ട് വൃക്ഷപൂജ, നദീപൂജ, ഇതേപോലത്തെ പരിപാടികൾ. പിന്നെ ഓരോ പ്രാവശ്യവും ഓരോ മുദ്രാവാക്യം അവർ മുമ്പോട്ട് വെച്ചു. മണ്ണിനെ സ്നേഹിക്കാൻ വേണ്ടി, പരിസ്ഥിതിയെ സ്നേഹിക്കാൻ വേണ്ടി, നദികളെ സ്നേഹിക്കാൻ വേണ്ടി, ഇങ്ങനെ കുട്ടികളിൽ ഈ ബോധം ഉണ്ടാക്കി അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് വരുന്നത്. ആ നിലയ്ക്കുന്ന ബാലഗോകുലം വലിയൊരു പ്രസ്ഥാനമായി കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്ത് മലയാളികളുള്ള സ്ഥലത്ത് മുഴുവൻ ബാലഗോകുലം വ്യാപിച്ചിരിക്കുന്നു. ബാംഗ്ലൂരിൽ, ഡൽഹി, കൽക്കട്ട, ബോംബെ, ഇതേപോലത്തെ സ്ഥലങ്ങളിലും, അതോടൊപ്പം തന്നെ വിദേശത്ത് ചില സ്ഥലങ്ങളിലെ മലയാളികളുള്ള സ്ഥലത്തും ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനം അതാത് സ്ഥലത്ത് യോജിച്ച വിധത്തിൽ അവർ അത് നടത്തുന്നുണ്ട്. മനസ്സിലായി. അതാണ് ബാലഗോകുലത്തിൻ്റെ പ്രവർത്തന ശൈലി. ഈ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രം എങ്ങനെയായിരിക്കും? ശാഖകൾ കേന്ദ്രീകരിച്ച് തന്നെയാണോ? സംഘത്തിൻ്റെ ശാഖയല്ല, അവർക്ക് ഗോകുലം എന്നൊരു സംഗതി ഉണ്ട്. കുട്ടികൾ ഏതെങ്കിലും വീടുകളിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ, അമ്പലങ്ങളുടെ സ്ഥലങ്ങളുണ്ട്, അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും. 10, 20, 30, 40 കുട്ടികൾ ഒരുമിച്ച് വരുന്നു, അവർ ഒരുമിച്ച് കൂടുന്നു. മനസ്സിലായി. അതിന് ഓരോ ബാലഗോകുലം രക്ഷാധികാരി ഉണ്ട്, ആ ഗോകുലം നോക്കുന്ന ആളുണ്ട്, ശ്രമിക്കുന്ന
അത് മുതിർന്ന ആൾക്കാരാണ്, 18 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർ. ബാലഗോകുലത്തിന്റെ ഭാഗമാകുന്ന കുട്ടികൾക്ക് ഒരു പ്രായപരിധി അങ്ങനെ 18 വയസ്സ് വരെയാണ്. 18 അല്ല, തുടക്കം ഒരു 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അതിൽ വരുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞു ഈ ഒരു അക്കാഡമിക് തയ്യാറാക്കും എന്നൊക്കെ പറഞ്ഞത്. അക്കാഡമിക്സ് എന്ന് പറയുന്ന ഹൈന്ദവ വിഷയങ്ങൾ മതവുമായി ബന്ധപ്പെട്ടതല്ല, മതവുമായി ബന്ധപ്പെട്ടല്ല, രാഷ്ട്രവുമായി. പക്ഷേ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടാണ്, ദേശീയ വീക്ഷണമുള്ളതാണ്. കഴിയുന്നത്ര ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീകൃഷ്ണനെയും അതോടൊപ്പം തന്നെ രാഷ്ട്രത്തെയും ബന്ധിപ്പിക്കത്ത വിധത്തിൽ രാഷ്ട്രചിന്ത ബന്ധിപ്പിക്കത്തുള്ള പരിപാടികളാണ്. ഗീതാ പഠനമുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. ഗീത മാത്രമല്ല, അല്ലാത്ത പലതും ഉണ്ട്. ഗീതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. അതിൽ കൂടി തന്നെ കളികളുണ്ട്, കുട്ടികൾക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ചില കളികൾ. അതിന് സംഘത്തിലൊക്കെ പോലെ തന്നെ ബുദ്ധി വികസിപ്പിക്കത്തക്കുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. പ്രശ്നോത്തരി കുട്ടികൾ പഠിക്കാനും വേണ്ടി. ഇപ്പം രാമായണത്തിലെ ഒരു പ്രശ്നോത്തരി എന്ന് പറയുന്ന സമയത്ത് രാമായണം അവർ വായിക്കും, ഭാഗവതത്തിൽ എന്ന് പറയുന്നത് ഭാഗവതം വായിക്കും, മഹാഭാരതം എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തെ വായിക്കും. ഇങ്ങനെ വായനശീലം ഉണ്ടാക്കാനുള്ളത് മയിൽപ്പീലി എന്ന് പറഞ്ഞിട്ടൊരു ഇത് തന്നെ അവർ പ്രസിദ്ധീകരണം തന്നെ ഇറക്കുന്നുണ്ട്, മയിൽപ്പീലി കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. നേരത്തെ ശോഭായാത്രയെക്കുറിച്ച് താങ്കൾ പറഞ്ഞിരുന്നു. പക്ഷേ ശരിക്കും കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് പുറകിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ RSS അല്ലെങ്കിൽ ബാലഗോകുലവുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇത്തരം ശോഭായാത്രകളൊക്കെ സംഘടിക്കപ്പെട്ടിരുന്നുള്ളൂ. അത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ പരിവേഷം വന്നതായി കാണുന്നുണ്ട്. അതായത് RSSനെ നേരിടാൻ വേണ്ടിയിട്ടാണോ അതോ ഇനി അവർക്ക് സ്വയം മറ്റെന്തെങ്കിലും വഴികളിലേക്ക് അവർ സഞ്ചരിക്കുന്നതാണോ എന്നറിയില്ല. ഈ പറയുന്നത് പോലെ വേഷപ്രച്ഛന്നനാവുക, കെട്ടുകാഴ്ചകൾ കൊണ്ടുവരിക, ഇത്തരം സംഭവങ്ങൾ ഈ മാറി വരുന്ന സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം? 1962 മുതലുള്ള കാലഘട്ടത്തിൽ RSSന് പകരമായൊരു ഗോപാലസേന തുടങ്ങിയിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഗോപാലസേന എന്ന പേര്. ചുവപ്പ് ഷർട്ടും കാക്കി നിക്കറൊക്കെ അന്ന് ഇട്ടുകൊണ്ട് അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് ഇപ്പം. ആ ഗോപാലസേന RSSനെ നേരിടാൻ RSSന് പകരമായി തുടങ്ങിയതായിരുന്നു. പക്ഷേ RSSൻ്റെ ശൈലി അവർക്ക് ഒരിക്കലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ബാലഗോകുലത്തിനെ നേരിടാൻ വേണ്ടി അവർ മറ്റൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അതാണ് ബാലസംഘം. ആ ബാലസംഘത്തെ കൂടിയിട്ട് 2-3 പ്രാവശ്യം അവർ ബാലഗോകുലം നടത്തുന്ന ശോഭായാത്ര നടത്തുന്ന അതേ ദിവസം തന്നെ അവർ പരിപാടികൾ വെച്ചു. ചില വിവാദമായ പക്ഷേ അതെ, ഉറിയടിയും സംഘടിപ്പിച്ചു. അത് മാത്രമല്ല പല പരിപാടികളും. പക്ഷെ ജനങ്ങളുടെ അടുത്ത് നിന്ന് അംഗീകാരം കിട്ടിയില്ല. ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായി. മറ്റേത് അവർക്ക് ആൾക്കാർ ചിന്തിക്കുന്നവർ മനസ്സിലായി, പകരമായിട്ട് നടത്തുന്ന, വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതെന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടും തമ്മിൽ വേഷപ്രച്ഛന്നവും കാര്യങ്ങളും. അതേപോലെ തന്നെ ഇപ്പം അവിടെ മാത്രമല്ല, ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ഉത്സവങ്ങളെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ആക്കി മാറ്റാനുള്ളൊരു ശ്രമം നടത്തുന്നു. ഇത് ഈ ഹിന്ദുവിൻ്റെ ചിന്തകളെ നശിപ്പിക്കാൻ കൂടിയുള്ളത് ഒരു കാര്യമാണ്. ഇപ്പം ക്ഷേത്രത്തിൽ കമ്മിറ്റികളിൽ വരാനുള്ള വലിയൊരു നീക്കം നടക്കുന്നു. ഞാൻ അടുത്ത ദിവസം ഒരു യാഗത്തിൻ്റെ പരിപാടിക്ക് പോയ ഒരു സ്ഥലത്ത് അവിടെ കണ്ടൊരു കാഴ്ച, കമ്മ്യൂണിസ്റ്റുകാരിയായിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആ 19 വാർഡുള്ള അതിൽ കോൺഗ്രസും BJP എല്ലാം കൂടിയിട്ട് 7 പേരോ 8 പേരേ ഉള്ളൂ, ബാക്കി മുഴുവൻ അവരാണ്. ആ പഞ്ചായത്ത് മെമ്പർമാർ മുഴുവൻ അവരാണ് നിയന്ത്രിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും കൂടി ഏറ്റെടുത്തിരിക്കുന്നത് അമ്പലത്തിൻ്റെ പ്രോഗ്രാം. അപ്പം അതിൽ എന്താണ് അവരുദ്ദേശിക്കുന്നതെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല പെട്ടെന്ന്. പക്ഷെ അവർക്ക് ഉദ്ദേശമുണ്ട്, പൊളിറ്റിക്സാണ്. ഈ ആധ്യാത്മികത എന്ന് എതിർത്ത് കഴിഞ്ഞാൽ, ഒരു കാലത്ത് അവർ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു. ഇതെല്ലാം പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പം നേരെ തിരിച്ചു വരുന്നു. അപ്പം അതിലൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, അവർ രാഷ്ട്രീയ വളർത്താനുള്ളൊരു പദ്ധതിയായിട്ടാണ് ഇതിനെ കാണുന്നത്. മനസ്സിലായി. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരാൾ മാറി ചിന്തിക്കുന്നു. ആ മാറി ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഉറപ്പാണ്. നമ്മൾ പറയുന്നത് അങ്ങനെ മാറി ചിന്തിക്കണം എന്നുള്ളതാണ്. ഞാൻ ആ പരിപാടിക്ക് പോയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നേരെ വിരുദ്ധമായി ഒരു 10-20 വർഷം മുന്നേ ചിന്തിച്ചിരുന്ന അതേ ആൾക്കാർ ഇപ്പം ഒരു പോസിറ്റീവുള്ള ചിന്തയോട് അവർ ചിന്തിക്കുന്നു. അംഗീകരിക്കാൻ പറ്റൂ. നല്ല കാര്യങ്ങൾ അംഗീകരിക്കണം ആര് ചെയ്താലും. അതാണ്. പക്ഷെ പൊളിറ്റിക്സിനെ എതിർക്കുന്നു. പൊളിറ്റിക്സിൻ്റെ ആശയത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. പിന്നെ ആശയമൊന്നും അതിനിപ്പോൾ ഇല്ല എന്നുള്ളത് വേറെ കാര്യം.